എല്ലാവർക്കും നവോത്സവത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ തുടങ്ങാം. സാറിനും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ന്യൂ ഇയറിനിപ്പോൾ പുതുതലമുറ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ആഘോഷമാണ്. മുമ്പും ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ കേരളത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കൊച്ചിയിലും മറ്റൊക്കെ ആയിരുന്ന കൂടുതലായിട്ടുള്ള ആഘോഷം ഉണ്ടായിരുന്നത്, ഫോർട്ട് കൊച്ചിയിലും ഒക്കെ. അപ്പം നമ്മുടെ സർക്കാർ തന്നെ ഇതിന് ആഘോഷത്തിന് അനുകൂലമായ ഒരു നിലപാട് ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഇന്നിപ്പോ ബാറുകൾ പോലും 12 മണി രാത്രി വരെ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലായിരുന്നു. പക്ഷെ ഇപ്പം അതല്ല, എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു ആഘോഷത്തിന് അനുവദിച്ചുകൊണ്ട് വിനോദസഞ്ചാരികൾക്കും മറ്റും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ കൊച്ചിയിലുള്ള ഇന്ന് ചെയ്യാൻ പോണ ന്യൂ ഇയർ പ്രോഗ്രാംസിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിയന്ത്രണങ്ങളുണ്ട്. കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ്, വിദേശികൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ മെട്രോ രാത്രിയിലും ഉണ്ടാവും. അതുപോലെ തന്നെ പോലീസ് എക്സൈസിന്റെയൊക്കെ സുരക്ഷാ ചെക്കിങ് കൃത്യമായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പോലീസിന്റെ സംവിധാനത്തിൽ 1200 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ, കാർ പോലെയുള്ള പ്രൈവറ്റ് വാഹനങ്ങൾ പുറത്ത് പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്. സ്കൂളുകളുടെയും മറ്റും ഗ്രൗണ്ടുകൾ പ്രത്യേകമായിട്ട് അതിനായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം ഈ ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് KSRTCയും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സർക്കാരും അതുപോലെ തന്നെ ഇതിന്റെ ആഘോഷവും കാർണിവൽ കമ്മിറ്റിയും ഒക്കെ ഇതിനുവേണ്ടി കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ അനുവദിക്കാത്ത ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതും മറ്റുമൊക്കെ വളരെ സൂക്ഷിക്കല്ലാതെ നിരോധിച്ചിട്ടുണ്ട്. അതിനുള്ള ചെക്കിങ് പല രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ ഈ പാപ്പാഞ്ഞി 60 അടി ഉയരമുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള പാപ്പാഞ്ഞിയാണ് കത്തിക്കാൻ പോകുന്നത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളിലും ഫോർട്ട് കൊച്ചിയാണ് ഇതിന്റെ ഏറ്റവും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെ രീതിയുള്ളത്. അവിടെ ഡ്രോൺ നിരീക്ഷണങ്ങൾ ഉണ്ടാവും. 2000-ഓളം ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒരു നിയന്ത്രിതമായ രീതിയിൽ പോലീസിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റു വർഷങ്ങളിലൊന്നും ഉണ്ടാകാതിരുന്ന ഒരു 40 അടി ഉയരമുള്ള അതിമനോഹരമായ ഒരു പാപ്പാഞ്ഞിയാണ് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 2500-ഓളം ആളുകൾക്ക് പ്രവേശനം നൽകുന്നതാണ്. കുട്ടികൾ പോലും വലിയ ആവേശത്തിലാണ്. അപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ബാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ചെണ്ട ഫ്യൂഷനുണ്ട്, വെടിക്കെട്ടുണ്ട്, പിന്നെ ഫുഡ് കോർട്സ് ഉണ്ട്, ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ഗെയിമുണ്ട്. പിന്നെ ആ രീതിയിലുള്ള അതുപോലെ തന്നെ വർക്കല, കോവളം എന്നീ സ്ഥലങ്ങളിലും മറ്റു ഹോട്ടലുകളിലുമൊക്കെ പുതുവർഷത്തിന്റെ ആഘോഷങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ആഘോഷം വളരെ ഭംഗിയായിട്ട് തന്നെ നടക്കാവുന്ന രീതിയിൽ ഇന്നിപ്പം പുതുതലമുറ ന്യൂ ജനറേഷനാണ്. ഇപ്പം ഞാൻ ഈ ക്രാഫ്റ്റ് വില്ലേജിൽ തന്നെ ഉള്ള ആളുകൾ, അത് നടത്തിപ്പുകാരെന്ന് പറയുന്നത് ചെറിയ ചെറുപ്പക്കാർ തന്നെയാണ്. അവർ വളരെ തിമിർപ്പിലാണ്. തിരുവനന്തപുരംകാർക്കും ഇതൊരു സുവർണാവസരമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനകളും ക്ലബ്ബുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും എല്ലാം ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ആഘോഷിക്കുകയാണ്. ലോകം മുഴുവൻ ആഘോഷിക്കുന്ന, അതായത് 2025 യാത്ര അയച്ച് 2026 നമ്മൾ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ്. ആഘോഷങ്ങളുടെ ആവേശം അമിതമായി അപകടങ്ങളിലേക്ക് പോകാതെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമ്മൾ നല്ലൊരു 2026 വരവേൽക്കാനുള്ള ആ ഒരു സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ പോലീസ് ആണെങ്കിലും അമിത നിയന്ത്രണങ്ങൾ ആഘോഷങ്ങളുടെ ആസ്വാദ്യതയും അതുപോലെ തന്നെ ഭംഗിയും കളയാതെ നോക്കുകയും വേണം. അപ്പൊ ഇതെല്ലാം ഒരു നിയന്ത്രിതമായ രീതിയിൽ തന്നെ ജനങ്ങൾ ഇതിനെ ആഘോഷിക്കണം. പക്ഷെ ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടണം എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.